സോ ഗൈസ് ഇന്ന് നമുക്ക് കുറച്ച് സൂപ്പർസ്റ്റിഷ്യൻസ് നോക്കാം. തെലുങ്കിൽ നമ്മുടെ ഫേമസ് ഡയറക്ടർ എസ് രാജമൗലി പുള്ളിക്കാരൻ്റെ പല പടങ്ങളും പല പടങ്ങളിൽ ഫുൾ എല്ലാ പടങ്ങളും ഹിറ്റാണ്. അപ്പോൾ സോ ദ തിങ് ഈസ് ദാറ്റ് പുള്ളിക്ക് ഒരു കേസ് ഉണ്ട്. അതായത് പുള്ളിയുടെ പടത്തിൽ അഭിനയിച്ച ഹീറോൻ്റെ തൊട്ടടുത്ത പടം ഫ്ലോപ്പാണ്. ഒരുപാട് ഉദാഹരണങ്ങൾ എടുത്തു നോക്കിയാൽ തന്നെ മനസ്സിലാവും. അതായത് ഫസ്റ്റ് നമ്മുടെ പ്രഭാസ് അണ്ണൻ അറിയാലോ, ബാഹുബലിക്ക് ശേഷം ഇറങ്ങിയ പടം സാഹോന്റെ അവസ്ഥ നമ്മൾ കണ്ടാണ്. അതേപോലെ തന്നെ രാം ചരൺ മഗധീര അഭിനയിച്ചു. തൊട്ടടുത്ത് വന്നൊരു പടമാണ് ഓറഞ്ച്. അതിൻ്റെ അവസ്ഥ അതിലും പരിതാപകരമായി. പക്ഷെ അത് ഇപ്പോൾ ഒരു കൾട്ട് സ്റ്റാറ്റസ് ഫോം ചെയ്ത് വരുന്നുണ്ട് നമ്മുടെ പഴയ മലയാളം സിനിമകളൊക്കെ പോലെ. അടുത്തത് വന്നിട്ട് നമ്മുടെ ജൂനിയർ NTR. പുള്ളിക്കാരൻ്റെ കഴിഞ്ഞ പടമായിരുന്നു RRR. അത് നമ്മുടെ രാജമൗലിയാണ് ഡയറക്റ്റ് ചെയ്തത്. സോ അടുത്ത പടം ദേവര, അതായത് ഈ വെള്ളിയാഴ്ച മറ്റന്നാൾ റിലീസ് ചെയ്യണ പടമാണ് ദേവര പാർട്ട് 1. അതിൻ്റെ അവസ്ഥ എന്താണെന്ന് എല്ലാവരും ക്യൂരിയസ് ആണ്. അതായത് ഒട്ടുമിക്ക എല്ലാ ഓഡിയൻസിൻ്റെയും വെർഡിക്റ്റ് അത് ഫ്ലോപ്പ് ആവേണ്ട ചാൻസ് ആണ് കൂടുതലെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും കണ്ടറിയാം. പിന്നെ നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയും ഒട്ടനവധി സൂപ്പർസ്റ്റിഷ്യൻസ് ഉണ്ട്. അതിൽ ആദ്യത്തെ വന്നിട്ട് നമ്മുടെ വിദ്യാപാലിനെ ആസ്പദമാക്കിയിട്ടാണ്. അതായത് പുള്ളിക്കാരത്തി മോഹൻലാലുമായിട്ടൊരു പടത്തിന് ടൈപ്പ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് ഇവളെ മാറ്റിവെച്ചു. കാരണം എന്താണെന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ചെന്നൈയിൽ അവർ ഇവളുടെ പാരൻസുമായിട്ട്, വിദ്യാബാലൻ പാരൻസുമായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഇവർ അൺലക്കിയാണ്, അതായത് ജിൻസ്ഡ് അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടത്. അതായത് ഈ പടത്തിൽ ഇവളിനെ കാസ്റ്റ് ചെയ്ത പടം പൊട്ടാനുള്ള ചാൻസ് ആണ് കൂടുതലുള്ളത്. അതുകൊണ്ട് അവർക്ക് താല്പര്യമില്ല, അതുകൊണ്ട് റിജക്റ്റ് ചെയ്യായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഡയറക്ടർ ഫാസിൽ പുള്ളിക്കാരൻ വന്നിട്ട് ഇതേപോലെ ഡാർക്കായിട്ടുള്ള എന്താ വിശ്വാസമല്ല, സ്ലൈറ്റ് ആയിട്ട് ലൈക്ക് ഇപ്പോൾ സിനിമയ്ക്ക് പേരൊക്കെ വെക്കില്ല, ഇപ്പം മണിച്ചിത്രത്താഴ്, അനിയത്തിപ്രാവ്, ആ ഒരു ലാസ്റ്റ് ചില്ലാക്ഷരം വരുന്ന ആ ഒരു കൈൻഡ് ഓഫ് സൂപ്പർസ്റ്റിഷ്യനാണ് പുള്ളിക്കാരൻ ഫോളോ ചെയ്യുന്നത്. പിന്നെ മുകേഷ് പുള്ളിക്കാരൻ്റെ ചാനലിൽ വന്നിട്ട് പറയണത് ഫസ്റ്റ് ഷോട്ട് ജനാർദ്ദനെ വെച്ചിട്ട് എടുത്ത പടം വിജയിക്കുന്നൊക്കെ പറഞ്ഞിട്ട് പറയണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഡയറക്ടർ ജോഷിയും പ്രൊഡ്യൂസർ രാജൻ ജോസഫും ഒരു സൂപ്പർസ്റ്റിഷൻ ഫോളോ ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവരെന്ത് ചെയ്യുമ്പോൾ വെച്ചാൽ നമ്മൾ ഈ തത്തയെ കൊണ്ട് ചീട്ടെടുപ്പിക്കില്ലേ, ആ പരിപാടിയൊക്കെയാണ് ഇവര് ചെയ്യണത്. എന്നിട്ട് അതിൽ കാർഡിൽ എന്താണ് എഴുതിയിരിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും ഇവർ ചെയ്തൊക്കെ മീഡിയേറ്ററായിട്ട് കൊണ്ട് നടക്കുന്ന ഇവർ, അതായത് ഇവരിനെ ഈ ജോത്സ്യത്തെ ആൾക്കാരുടെ അടുത്ത് എത്തിച്ചു കൊടുക്കണമല്ലോ, അതിൻ്റെ ആളായിരുന്നു നമ്മുടെ കോരസാറ്. പിന്നെ അടുത്തത് വന്നിട്ട് ഞാൻ ഗന്ധർവൻ എന്ന സിനിമയുടെ ഡയറക്ടർ പത്മരാജൻ നമുക്കറിയാലോ. പുള്ളിക്കാരൻ ഈ പ്രൊജക്റ്റ് കുറേ കാലത്തേക്ക് ഷെൽഫ് ചെയ്ത്, അതായത് എടുക്കണ്ടെന്ന് വെച്ചാൽ പല കാരണങ്ങൾ കൊണ്ടും മുടങ്ങിയിട്ടുണ്ടായി. അവസാനമാണ് ഇത് പുള്ളിക്കാരൻ സംവിധാനം ചെയ്തത്. അപ്പോഴൊരുപാട് തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ഇപ്പോൾ ലൈക്ക് ഹീറോനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലൈറ്റ് അസൈൻ ചെയ്തു, പക്ഷെ അത് ക്യാൻസലായി. പിന്നെ എന്താണ്, ഹീറോയിന് ഒരു പാലമരത്തിൻ്റെ അടിയിൽ, അതായത് ഇതിൻ്റെ ആക്ട്രസ് ഉണ്ടല്ലോ പുള്ളിക്കാരി സുവർണ, അവള് വന്നിട്ട് ഈ പാലമരത്തിൻ്റെ അടിയിൽ പോയിട്ട് അങ്ങനെ മയങ്ങി വീണെന്നൊക്കെയാണ് പറയണത്. അതേപോലെ തന്നെ ഇതിൻ്റെ ആക്ടർ ഒരു നിതീഷ്, പുള്ളിക്കാരൻ എന്തോ വീട്ടിൽ ഒരു ഇല കഴിച്ചിട്ട് പോയസനായിട്ട് സംതിങ് പുള്ളിക്കാരനും മയങ്ങി വീണെന്നൊക്കെയാണ് പറയണത്. പോരാത്തതിന് ഇതിൻ്റെ ഡയറക്ടർ പത്മരാജ് മറ്റേ സ്മോക്കിംഗ് കട്ട് ചെയ്ത് റണ്ണിങ് ഒക്കെ തുടങ്ങി നല്ല ശീലങ്ങളൊക്കെ ആയിട്ടും പുള്ളിക്കാരൻ്റെ കൊളസ്ട്രോൾ ലെവൽ നല്ല രീതിക്ക് കൂടി. പക്ഷെ ഇതൊക്കെ ഒരു എന്താ പറയുക, വേഗമായിട്ടുള്ള സംഭവങ്ങളാണ്. അതായത് നമ്മൾ ഇതുമായിട്ട് കണക്ട് ചെയ്ത് വായിക്കുമ്പോഴാണ് ഇതൊക്കെ നമുക്കൊരു ബാഡ് വൈബ് എടുക്കണം. അതായത് ഇത് കൊണ്ടാണ് ഇതെന്ന് തോന്നിപ്പിക്കണം. അല്ലാണ്ട് ഇപ്പം ഈ പുള്ളിക്കാരൻ ഇത് പടം എടുത്തില്ലെങ്കിലും ഇതൊക്കെ അവിടെ സംഭവിച്ചിട്ടുണ്ടാകും, പക്ഷെ നമ്മൾ നോട്ടീസ് ചെയ്യില്ല. അതാണ് ഇതിൻ്റെ ഒരു ഡിഫറൻസ്. ബട്ട് വാട്ട് എവർ, കഴിഞ്ഞിട്ട് പടം റിലീസ് ചെയ്ത് നോക്കുമ്പോഴാണ് സംഭവം പുള്ളിക്കാരൻ വിചാരിച്ചത്ര ആ ഒരു ഇമ്പാക്റ്റിൽ റെസ്പോൺസ് വന്നില്ല. അതിൻ്റെ വിഷമം കൊണ്ടാണോ എന്തോ അറിയില്ല, പുള്ളിക്കാരൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഹോട്ടലിൽ മരിക്കുകയുണ്ടായി.
അങ്ങനെയാണ് അതിൻ്റെ കഥകൾ പോകുന്നത്. ബോളിവുഡിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെയുണ്ട്. ഇപ്പം പേരിൻ്റെ കൂടെ ഇങ്ങനെ ഒരു എസ് ആണെങ്കിൽ തുഷാർ എന്നാണെങ്കിൽ രണ്ട് എസ് ഇടുക. ആയുഷ്മാൻ ഖുറാനയ്ക്കൊക്കെ പല എന്നും എയും അവിടെയും ഇവിടെയൊക്കെ എക്സ്ട്രാ ഇടുന്നതൊക്കെ ഈ സൂപ്പർസ്റ്റിഷൻസിൻ്റെ ഭാഗമായിട്ടാണ്. പോരാത്തതിന് അവര് എന്താ പറയുക, ചില ആൾക്കാർ ഇത് ബ്ലൈൻഡായിട്ട് വിശ്വസിച്ചിട്ട് ഇപ്പം എന്താ പറയുക, ആൾക്കാർ ഇന്ന ആള് എന്നെ കൊല്ലാൻ വരിക, അങ്ങനെയുള്ള ടെൻഡൻസി ഒക്കെ ആയിരിക്കും ഇവിടെയുള്ള ഐ മീൻ ഹോളിവുഡിലെ പ്രൊഡക്ഷൻ സെറ്റിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ചില ആൾക്കാരിനെയൊക്കെ പെട്ടെന്ന് തന്നെ സെറ്റിൽ നിന്ന് ഒഴിവാക്കും. കാരണം ഇവർ അവിടെ നിന്നാൽ ഈ പടം പൊട്ടും, അങ്ങനെയൊക്കെയാണ് അവർക്ക് തോന്നുക. അതായത് ഇവിടെ നെഗറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നൊക്കെ അവർക്ക് തോന്നും. ഒത്തിരി ഉണ്ട്. ഇനി എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഓക്കെ, ബൈ.